ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു welmotech. ഇറ്റ്സ് മീ അഷ്റഫ് മുസമ്മിൽ. സോ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത ടോപ്പിക്കിന്റെ ഒരു ബാലൻസ് ആയിട്ടാണ്. അതായത് നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഡേറ്റ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 സെല്ലുകളിലുള്ള, അതായത് നമ്മുടെ നെയിം, ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ആയിരുന്നു നമ്മൾ സാമ്പിൾ ഡേറ്റ ആയിട്ട് എടുത്തിരുന്നത്. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിന്റെ നെയിം ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ 2 സെല്ലുകളിലുള്ള ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അത് രണ്ടും ഒരുമിച്ച് ഒരു സെല്ലിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യമായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് കോൺകാറ്റിനേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. സോ ഇവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സെയിം ഓപ്പോസിറ്റ്. ഇൻ കേസ് നമ്മൾ 2 സെല്ലുകളിൽ വന്ന ഡേറ്റ ഒരു സെല്ലിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സെല്ലിലുള്ള ഡേറ്റ ഇൻ കേസ് നമുക്കത് 2 സെല്ലുകളിലേക്ക്, 2 ഡിഫറെന്റ് സെല്ലുകളിലേക്ക് ആവശ്യമുണ്ട്, നമ്മൾ ആ സെയിം ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം തന്നെ എടുക്കാം. അങ്ങനെ ഒരു സെല്ലിലുള്ള ഇൻഫർമേഷൻ 2 ഡിഫറെന്റ് സെല്ലുകളിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കാൻ, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാതെ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാൻ ധൈര്യമായിട്ട് നിങ്ങളുടെ കമന്റ് എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ കമന്റ് എന്താണ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ വീഡിയോ, ഞങ്ങളുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള, ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും ഈ ഒരു ചാനലിൽ ചെയ്യുന്നത്. സോ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഞങ്ങൾ ഓരോ പുതിയ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. മിസ് ചെയ്യാതെ നിങ്ങൾ കാണാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ട്രെയിനിങ് പ്രോഗ്രാം, മൈക്രോസോഫ്റ്റ് എക്സലിന്റെ പേഴ്സണൽ ട്രെയിനിങ് പ്രോഗ്രാം welmotechന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഓൾറെഡി ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ച് പഠിച്ചു. നിലവിൽ ഒരുപാട് പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെയാണ് നിങ്ങളുടെ വേ ഓഫ് ടീച്ചിങ് എന്ന് മനസ്സിലായിട്ട് നിങ്ങൾക്ക് ഇൻ കേസ് അത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഡീറ്റെയിൽസ് എടുത്ത് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പേഴ്സണൽ ട്രെയിനറെ അറേഞ്ച് ചെയ്ത് നൽകുന്ന പേഴ്സണൽ ട്രെയിനിങ് സെഷൻ ആണ് welmotech ഒരുക്കുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഒരു സെല്ലിലുള്ള ഇൻഫർമേഷൻസ് സ്പ്ലിറ്റ് ചെയ്ത് 2 സെല്ലുകളിലേക്ക് കൊണ്ടുവരുന്നത്? വീഡിയോയിലേക്ക് പോവാം. സോ നിങ്ങൾക്കിപ്പോ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത ആ സെയിം ഡീറ്റെയിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിന്റെ നെയിംസ്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 18 ആളുകളുടെ നെയിം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഫുൾ നെയിം ആണുള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ്, നെയിം ഡീറ്റെയിൽസിന് ഫസ്റ്റ് നെയിം ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിരാട് കോഹ്ലി. സോ വിരാട് ഫസ്റ്റ് നെയിം ആണ്, കോഹ്ലി ലാസ്റ്റ് നെയിം ആണ്. സോ ഈ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ളത് ഒരു സിംഗിൾ സെല്ലിലാണ്. ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഫസ്റ്റ് നെയിം ഒരു സെല്ലിലും സെക്കൻഡ് നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം മറ്റൊരു സെല്ലിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോർമലി ആളുകൾ ചെയ്യുന്നത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യും, അവിടെ നിന്നും ഈ സെക്കൻഡ് നെയിം കോപ്പി ചെയ്യും, അതിനുശേഷം അടുത്ത സെല്ലിലേക്ക് പോയി ഡബിൾ ക്ലിക്ക് ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യും, എന്നിട്ട് ഇവിടെയുള്ള ലാസ്റ്റ് നെയിം ഡിലീറ്റ് ചെയ്ത് കളയും. സോ ഇങ്ങനെയാണ് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സാധാരണ എക്സലിനെ കുറിച്ച് അധികം ധാരണയില്ലാത്ത വ്യക്തികൾ ചെയ്യാറ്. ഞാനതൊന്ന് അൺഡു ചെയ്യാം. ഓക്കെ, സോ പഴയ പൊസിഷനിലേക്ക് എത്തി. സോ ഇത് നമുക്ക് 1-2 കാര്യങ്ങളൊക്കെയാണ്, 1-2 നെയിമുകളൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ 1-2 ഡീറ്റെയിൽസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും, വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. ബട്ട് ഇവിടെ നമുക്ക് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ്, ഞാൻ ഇവിടെ ഒരു 18 നെയിമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ കോമൺലി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, പ്രൊഫഷണൽസ് ആണെങ്കിലും നിങ്ങൾ ഒരു ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും, ഒരുപാട് വലിയ ഡേറ്റ ആയിരിക്കും. അപ്പോൾ ഓരോന്നും നമുക്ക് മാനുവലി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സോ അവിടെ നമുക്ക് ഈസി ആയിട്ട് എത്ര വലിയ ഡേറ്റ ആണെങ്കിലും എല്ലാം ഒരുമിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2 സെല്ലിലേക്ക് കൊണ്ടുവരാനുള്ള ഫംഗ്ഷനാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഫംഗ്ഷൻ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. സോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡീലിമിറ്റ് എന്ന് പറയും. അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഏരിയ ആദ്യം സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ എനിക്ക് ഫസ്റ്റ് നെയിമും തൊട്ടടുത്തതിലേക്ക് ലാസ്റ്റ് നെയിം ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ ആദ്യം തന്നെ ഈ ടൈറ്റിൽ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ടൈറ്റിൽ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഫസ്റ്റ് നെയിം എന്നാക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ഹെഡിങ് ഇവിടെയും കൊടുക്കുന്നു. എന്നിട്ട് അത് ലാസ്റ്റ് നെയിം എന്നാക്കാം. ലാസ്റ്റ് നെയിം എന്തായാലും നമുക്ക് ഡിലീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ, അതുകൊണ്ട് അവിടെ കുറച്ച് ബോർഡേഴ്സും സെറ്റ് ചെയ്ത് കളയാം. സോ ഇപ്പൊ ഏകദേശം നമുക്ക് ഒരേപോലെയുള്ള ടേബിൾ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും നമുക്ക് ഫസ്റ്റ് നെയിം ഇവിടെ വെച്ച് ലാസ്റ്റ് നെയിം എങ്ങനെ നമുക്ക് ഈ ഒരു സെല്ലിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. സോ അതിന് ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ഏതാണോ ആ ഡേറ്റ മുഴുവനായിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഡേറ്റ എന്ന് പറഞ്ഞുള്ള ടാബിലേക്കാണ് നമ്മൾ പോകേണ്ടത്.
ഡേറ്റ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് ഇതിൽ ഫംഗ്ഷൻസ് ഉള്ളത്. ഇത് നമ്മുടെ റിബൺ ആണ്, ഫംഗ്ഷൻ റിബൺ ആണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ട്രെയിനിങ്ങിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ്, എന്താണ് റിബൺ, എന്താണ് ഗ്രൂപ്പ് എന്നൊക്കെ. സോ ഇവിടെ നമുക്ക് ഡേറ്റ ടൂൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും ടെക്സ്റ്റ് കോളംസ്. ഈ ടെക്സ്റ്റ് കോളംസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആവുന്നത്. ഇതിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും, ഡിലിമിറ്റഡ് ആൻഡ് ഫിക്സഡ് വിഡ്ത്. ഇതിൽ ഡിലിമിറ്റഡ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ഓൾറെഡി പ്രീ സെലക്ടഡ് ആണെങ്കിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ പല ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതായത് എന്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. സോ എന്തെങ്കിലും ഫസ്റ്റ് നെയിമിനും ലാസ്റ്റ് നെയിമിനും അല്ലെങ്കിൽ ആദ്യത്തെ വേർഡിനും രണ്ടാമത്തെ വേർഡിനും എന്തെങ്കിലും ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു ഡോട്ട് ആണ് ഉള്ളതെങ്കിൽ ആ ഡോട്ട് വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സെമി കോളൻ ആണ്, സെമി കോളൻ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം, കോമ വെച്ച് ചെയ്യാം, അതുപോലെ സ്പേസ് വെച്ച് ചെയ്യാം. സോ ഏതാണ് നമ്മുടെ ഡേറ്റയിൽ ഉള്ളത് നോക്കുക. ഇവിടെ നമ്മുടെ ഡേറ്റ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ആണ്. അതിൽ കൊടുത്തിട്ടുള്ളത് നെയിമിന് ശേഷം ഓരോ ഫസ്റ്റ് നെയിമിനും ലാസ്റ്റ് നെയിമിനും ഇടയിൽ ഒരു സ്പേസ് ആണുള്ളത്. സോ ഇവിടെ അതുകൊണ്ട് ഞാൻ മറ്റെല്ലാം ഡീസെലക്ട് ചെയ്തിട്ട് ഈ ഒരു സ്പേസ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. സ്പേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിന്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് നെയിം, അതിനുശേഷം ഒരു സെപ്പറേറ്റർ ഇവിടെ വന്നിട്ടുണ്ട്, അതിനുശേഷം ലാസ്റ്റ് നെയിം. ഈ രീതിയിലായിരിക്കും സ്പ്ലിറ്റ് ആവാൻ പോകുന്നത്. അതിന്റെ ഒരു പ്രിവ്യൂ ആണ് നമുക്ക് കാണിക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ കാണാൻ സാധിക്കും. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഇവിടെ വരുത്തണമെങ്കിൽ വരുത്താം. നോർമലി നിങ്ങൾക്കിത് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ജനറൽ ഒരു ഫോർമാറ്റ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫിനിഷ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സോ ഇത് ക്ലിക്ക് ചെയ്യുന്നു. ദർ ഈസ് ഓൾറെഡി ഡേറ്റ ഹിയർ, ഡു യു വാണ്ട് ടു റീപ്ലേസ് ഇറ്റ് എന്നാണ് ചോദിക്കുന്നത്. സോ അത് നമുക്ക് കുഴപ്പമില്ല, ഓൾറെഡി ഈ ഒരു ഡേറ്റ ഉണ്ട്, ആ ഡേറ്റ ചേഞ്ച് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. എനിവേ നമുക്ക് അത് ചേഞ്ച് ചെയ്താൽ കുഴപ്പമില്ല. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം എല്ലാം നമുക്ക് ഇവിടെ നിന്നിട്ട് അതിനുശേഷം ലാസ്റ്റ് നെയിം അല്ലെങ്കിൽ സെക്കൻഡ് നെയിം എന്താണോ അത് നമ്മുടെ ഈ ഒരു സെല്ലിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ അറേഞ്ച്മെന്റ്സ്, അലൈൻമെന്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് മിഡിലേക്ക് കൊടുക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം ഇവിടെ കിട്ടും, ലാസ്റ്റ് നെയിം ഇവിടെ കിട്ടും. സോ ഇതാണ് നമ്മുടെ ഒരു സെല്ലിലുള്ള ഡേറ്റ രണ്ട് സെല്ലുകളിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതി. എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഡിസ്കസ് ചെയ്ത കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ഒരു സിംഗിൾ സെല്ലിലുള്ള ഡേറ്റ രണ്ട് സെല്ലുകളിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് ഡീലിമിറ്റ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. സോ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോരുത്. ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി കുത്തി പൊട്ടിച്ചേക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരണം എന്താണോ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനുള്ള ഓപ്ഷൻ. ഒന്ന് സബ്സ്ക്രൈബ്, മറ്റൊന്ന് കമന്റ്, മറ്റൊന്ന് ലൈക്ക്. സോ ഈ ഒരു 3 ഓപ്ഷൻ വഴിയാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക. അത് മാക്സിമം ഉപയോഗിച്ച് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ കമന്റ്സിൽ ഞങ്ങൾ റീപ്ലൈ നൽകുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ മുൻപോട്ട് പോകുന്നത്. സോ ആ സപ്പോർട്ട് ഞങ്ങൾ എന്നും പ്രതീക്ഷിക്കുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു ടോപ്പിക് തന്നെയാണ്, എങ്ങനെയാണ് സിംഗിൾ സെല്ലുള്ളത് രണ്ട് സെല്ലിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുക എന്ന്. ഇത് നമ്മൾ രണ്ട് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഒരു സിംഗിൾ സ്പേസ് വെച്ച് ഡിവൈഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഇൻ കേസ് നിങ്ങൾക്ക് കൂടുതൽ വേർഡുകൾ ഉള്ള ഒരു ഡേറ്റ ആണ് എങ്കിൽ, ഇപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും രണ്ടെണ്ണം ഉള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് 3 ഫസ്റ്റ് നെയിമും മിഡിൽ നെയിം ലാസ്റ്റ് നെയിം അങ്ങനെ 3 വേർഡുകളുള്ള ഒരു സെന്റൻസ് ആണ് കിട്ടുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് 3 ഡിഫറെന്റ് സെല്ലുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ആ ഡീലിമിറ്റ് ചെയ്യുന്ന സമയത്ത് സ്പേസ് സെലക്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് അവിടെ കാണിക്കും ഏത് രീതിയിലാണ് സ്പ്ലിറ്റ് ആവുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് സ്പേസ് ഒരു വേർഡിന് ശേഷം സ്പേസ് ആണ്, മറ്റൊരു വേർഡിന് ശേഷം ഡോട്ട് ആണെങ്കിൽ ഒരു തവണ ഡീലിമിറ്റ് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ ഏരിയ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അതും ഡീലിമിറ്റ് ചെയ്ത് ഡോട്ട് കൊടുത്ത് ഡീലിമിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഭാവിയിൽ വീഡിയോസിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓൾറൈറ്റ്, സോ അപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരാം. അതുവരെ ദിസ് ഇസ് അഷ്റഫ് മുസമ്മിൽ സൈനിങ് ഔട്ട് ഫ്രം വെൽമോടെക്. സീ യു അഗൈൻ സൂൺ.